اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبه نستعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. 19ാമത്തെ ഹിക്മത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയാണ്, ലാ തത്ലുബ് മിൻഹു അൻ യുഖ്രിജക മിൻ ഹാലത്തിൻ ലിയസ്തഅമിലക ഫീമാ സിവാഹ ഫലൗ അറാദക ലഅസ്തഅമലക മിൻ ഗൈരി ഇഖ്റാജ്. ലാ തത്ലുബ് മിൻഹു, നീ അല്ലാഹുവിൽ നിന്ന് ആവശ്യപ്പെടരുത്. അൻ യുഖ്രിജക മിൻ ഹാലത്തിൻ, ഈ ഒരവസ്ഥയിൽ നിന്ന് ഒരു മോചനത്തിന് നീ അള്ളാഹുവിനോട് എന്ത് ചെയ്യരുത്, ആവശ്യപ്പെടരുത്. അപ്പൊ അള്ളാഹു താല നമ്മളെ നിർത്തിയ ഒരു മക്കാം ഉണ്ടാവുമല്ലോ, ആ മക്കാമിൽ നിന്ന് അതിലൊരു മോചനം ലഭിക്കണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് കൊണ്ട് നീ എന്ത് ചെയ്യാൻ പാടില്ല, ആവശ്യപ്പെടാൻ പാടില്ല. എന്തിനു വേണ്ടി? ലിയസ്തഅമിലക ഫീമാ സിവാഹ, മറ്റൊരവസ്ഥയിൽ നിന്നെ ജോലിയാക്കാൻ വേണ്ടി. ഇതിനേക്കാളും നല്ലത് എനിക്ക് വേറൊരവസ്ഥയായിരുന്നു, അതിലേക്ക് നീ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരവസ്ഥ ലഭിക്കാൻ വേണ്ടി നീ അള്ളാഹുവിനോട് ആവശ്യപ്പെടാൻ പാടില്ല. ഫലൗ അറാദക, അള്ളാഹു തആല നിന്നെ ഇഷ്ടപ്പെട്ടാൽ, ലഅസ്തഅമലക മിൻ ഗൈരി ഇഖ്റാജ്, ഈ ഒരവസ്ഥയിൽ നിന്ന് ഒരു മോചനം നൽകാതെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടൊരു ജോലിയിൽ നിന്നെ അള്ളാഹു തആല ആക്കും. അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെട്ടൊരു ജോലി ഉണ്ടല്ലോ, അതിൽ അള്ളാഹു തആല നിന്നെ ആക്കും. അള്ളാഹുവിനോട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരവസ്ഥയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ എന്ന് പറഞ്ഞ അള്ളാഹുവിനോട് എന്ത് ചെയ്യാൻ പാടില്ല, ദുആ ചെയ്യാൻ പാടില്ല. സംഭവം എന്താ പറഞ്ഞറിയോ? ഒരു ആരിഫായ മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഇഖ്തിയാറിന്റെ മനസ്സേക്കാരും. സ്വന്തമായിട്ട് അയാൾക്കൊന്നും എന്തില്ല, ആഗ്രഹങ്ങളില്ല, ആവശ്യങ്ങളില്ല, അയാൾ എല്ലാത്തിൽ നിന്നും ഒഴിവാണ്. അല്ലാഹു തആല എന്ത് തീരുമാനിക്കുന്നുവോ ആ രൂപത്തിൽ എന്തായാലും എനിക്ക് പ്രശ്നമില്ല എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ. അവരോടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്. ഇനി ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു തആല നിനക്കൊരു ബ്രഹ്മചര്യം തിരഞ്ഞെടുത്തു. എന്താ പെണ്ണെട്ടാത്തൊരവസ്ഥ, ബ്രഹ്മചര്യം തിരഞ്ഞെടുത്താൽ നീ കല്യാണത്തിന് ആഗ്രഹിക്കാൻ പാടില്ല. അല്ലാഹു തആല നിനക്കൊരു നല്ല വിവാഹം അല്ലാഹു തആല ഏർപ്പെടുത്തി തന്നു, എന്നാൽ നീ അതിൽ ഫിറാക്ക് നീ എന്ത് ചെയ്യാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. ഇതിൽ നിനക്കൊരു മോചനം വേണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. കുടുങ്ങി വണ്ടിമേൽ നിന്ന് കരുതാൻ പാടില്ല എന്നർത്ഥം. അതുപോലെ തന്നെ അല്ലാഹു തആല നിന്നെ ഫക്കീറാക്കിയാൽ നീ ഒരു സമ്പന്നനാകാൻ ആഗ്രഹിക്കാൻ പാടില്ല. ഒരു സമ്പന്നന് നിന്നെ ഫക്കീറാക്കിയ മതിയിരുന്നു എന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. അള്ളാഹിനോട് തേടാൻ പാടില്ല. അല്ലാഹു തആല നല്ല ആരോഗ്യം തന്നു, ആ നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തി എനിക്ക് രോഗം തരികയാണെങ്കിൽ വലിയ ഖൈറായിരുന്നു എന്ന് ആഗ്രഹിക്കാൻ പാടില്ല, ആവശ്യപ്പെടാനും പാടില്ല. രോഗിയായൊരു മനുഷ്യന് എനിക്ക് നല്ല ആരോഗ്യം തന്നില്ലല്ലോ പടച്ചോനെ, അങ്ങനെയും എന്ത് ചെയ്യാൻ പാടില്ല, ആഗ്രഹിക്കാനും പാടില്ല, അള്ളാഹുവിനോട് ആവശ്യപ്പെടാനും പാടില്ല. അതുപോലെ തന്നെ അള്ളാഹു തആല നിന്നെ ഒരു പ്രതാപിയാക്കി, നല്ലൊരു ഇസ്സത്തുള്ള മനുഷ്യനാക്കി, നീ എന്ത് ചെയ്യാൻ പാടില്ല, എനിക്കൊരു ദില്ലത്ത്, ഒരു നിന്യത ആഗ്രഹിക്കാൻ പാടില്ല. നിനക്ക് അള്ളാഹു തആല നിന്യത തന്നു, നിന്നെ ആരും വില വെക്കണില്ല, ആർക്കും നിന്നെ വേണ്ട, നിന്നെ ആരും വില വെക്കണില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ആ ഒരവസ്ഥ അള്ളാഹു നിനക്ക് തന്നപ്പോ നീ എനിക്ക് വലിയ പ്രതാപം തന്നില്ലല്ലോ എന്ന് അള്ളാഹു തആലയോട് സങ്കടപ്പെടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല നിന്നെ ഏതൊരവസ്ഥയിലാണോ നിർത്തിയത് ആ ഒരവസ്ഥയിൽ എന്ത് ചെയ്യുക, തൃപ്തിപ്പെടുക. അള്ളാഹു തആല നിനക്ക് എന്താണോ കണക്കാക്കിയത് എന്ന് തൃപ്തിപ്പെടുക. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി രംഗത്ത് വരുമ്പോ റസൂലുള്ളാഹിക്ക് ആദ്യം നേരിട്ടത് എന്താ? വലിയ പരിഹാസങ്ങള്, അടി, കുത്ത്, ആട്ടി ഓടിക്കല്, അപമാനിതനാകല്, അതിലൊക്കെ അള്ളാന്റെ റസൂല് പൂർണ്ണമായി തൃപ്തനായിരുന്നു. നമ്മളെ കുമാരനാശാൻ പറയണല്ലോ, ഹാ മൃതപാദം പൊടിമൺ പുരണ്ടു, പിതാവിനെ കണ്ടതിവമ്പലോടെ താൻ കുളിപ്പി 10 മുതിർന്നു, തണ്ണീർ കുടം കൊണ്ട് അയലാണ്ട പുത്രി എന്നൊക്കെ പറഞ്ഞൊരു ബൈത്തുണ്ട് മൂപ്പര.
കുമാരനാശാന്റെ വരികളാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കഅബാലയത്തിന്റെ ചാരത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല റസൂലുള്ളാന്റെ തോളികൂടെ ഇട്ടു. റസൂലുള്ളാക്ക് സുജൂദിൽ നിന്ന് പൊന്താൻ കഴിയണില്ല, ഉയരാൻ, അതിന്റെ ഭാരം കാരണമായിട്ട് പൊന്താൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ റസൂലുള്ളാക്ക് സഹിച്ചു. പക്ഷെ അപ്പോഴൊന്നും അള്ളാന്റെ റസൂല് എനിക്കിതിന്നൊരു മോചനം വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എന്തോ അള്ളാഹു താല കണക്കാക്കിയത് 3 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുടുംബവും കുറച്ച് സ്വഹാബികളും ഒരു മലഞ്ചെരുവില് കാട്ടിലെ പഴങ്ങളും ഇലകളും അവിടുത്തെ വെള്ളങ്ങളും മാത്രം കഴിച്ചിട്ട് ജീവിച്ചിട്ടുണ്ട് 3 വർഷത്തോളം. എല്ലാവരും റസൂലുള്ളാഹിനെ ഒഴിവാക്കി. മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനായി അവരോധിച്ചപ്പോ മക്കാ മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ അധികാരം വേണോ? ഞങ്ങൾ തരാം. അല്ല, ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനാണോ നിങ്ങൾക്ക് ആഗ്രഹം? അത് തരാം. അപ്പൊ അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? തൊട്ടടുത്തുള്ളതായ പർവ്വതത്തിലേക്ക് ചൂണ്ടി അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ആ പർവ്വതത്തിന് നോക്കി അത് നീ സ്വർണമാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കഴിവ് പ്രകാരം അത് സ്വർണമാവും. അതുകൊണ്ട് എനിക്കെന്ത് വേണ്ട, അതിന്റെ ആവശ്യമല്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ ജീവിതം മാതൃകയാക്കി കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തന്ന ഏതൊരവസ്ഥയും പൂർണ്ണമായും തൃപ്തിപ്പെടും. ഇപ്പൊ ചില ആൾക്കാര് 3 പെൺകുട്ടികളേക്കാരം, 4ാമത്തതും പെൺകുട്ടി, ചിലപ്പോ 5ാമത്തതും പെൺകുട്ടിയേക്കാരം. അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആൺകുട്ടിനെ കൊടുക്കും, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പെൺകുട്ടിനെ കൊടുക്കും, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് 2ഉം കൊടുക്കും, ഉദ്ദേശിക്കുന്ന ആളുകൾക്കോ ഒന്നും കൊടുക്കൂല. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ അള്ളാഹു ഏതൊരു സ്ഥാനത്താണോ നമ്മൾ നിർത്തിയത് അതിൽ പൂർണ്ണമായി തൃപ്തിപ്പെടുന്നവനാകണം ഒരു ആരിഫ്. അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിനെ കുറിച്ച് അള്ളാഹുവിനെയാണോ നിന്റെ ലക്ഷ്യം, അള്ളാഹുവിനെ പൂർണ്ണമായി നീ എന്ത് ചെയ്തേ പറ്റുള്ളൂ? തൃപ്തിപ്പെട്ടേ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും ആ കഥ അറിയണതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന്റെ 20 വർഷം മുമ്പാണ് അബ്റഹത്ത് എന്ന് പറയുന്ന രാജാവും പരിവാരങ്ങളും ആനപ്പടയുമായിട്ട് കഅബാലയം തകർക്കാൻ വേണ്ടി വന്നത്. ആ സമയത്ത് മക്കയുടെ ഭരണാധിപൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്ലിപ്പയാണ്. ഈ അബ്റഹത്ത് ആദ്യം ചെയ്തവരോട് എന്താണ്, ആരാണ് ഇവിടുത്തെ നേതാവ് എന്ന് അന്വേഷിച്ചു. അപ്പൊ അബ്ദുൽ മുത്തലിബാന്ന് അറിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ ഒട്ടകങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോയി. ആര്? അബ്റഹത്തിന്റെ അനുയായികൾ. മനസ്സിലാവുണ്ടോ? മാത്രല്ല കഅബാലയത്തിനെ തകർക്കാൻ വേണ്ടി അബ്റഹത്ത് വലിയൊരു ആനപ്പടയുമായി വന്നിട്ടുണ്ട് എന്നും ആരറിഞ്ഞു? മക്കക്കാരറിഞ്ഞു. അവരെല്ലാരും പാടെ കൂടി നേതാവാകുന്ന അബ്ദുൽ മുത്തലിബിനോട് പോയിട്ട് പറഞ്ഞു, കഅബാലയം തകർക്കാൻ വേണ്ടി അബ്റഹത്ത് വന്നു കൊണ്ടുതരാന്ന്. അപ്പൊ മൂപ്പര് അതൊരു വില വെച്ചില്ല. രണ്ടാമതൊരു നിങ്ങളെ കുറെ ഒട്ടകങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടു പറഞ്ഞു. അപ്പൊ മൂപ്പർക്ക് ചൂട് കൂടി. ആർക്ക്? അബ്ദുൽ മുത്തലിബ് തങ്ങൾ. അദ്ദേഹം നേരെ പോയിട്ട് രാജാവിനോട് പറഞ്ഞു, കഅബാലയം അത് പടച്ചോന്റെതാണ്, അത് മൂപ്പര് ഏറ്റെടുത്തോളൂ, പക്ഷെ ഒട്ടകം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്, അത് എനിക്ക് വേണം. അപ്പൊ ഓല അത്ഭുതപ്പെട്ടു പോയി. കാരണം കഅബാലയം സംരക്ഷിക്കേണ്ട ഒരു വ്യക്തി സ്വന്തം ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയതിലെ മൂപ്പർക്ക് സങ്കടം, കഅബാലയം തകർക്കണമെന്ന് മൂപ്പർക്ക് സങ്കടമല്ല എന്ന് അവര് വിചാരിച്ചത്. ഇദ്ദേഹത്തിന്റെ മറുപടി കേട്ടിട്ട് ഒട്ടകങ്ങൾ തിരിച്ചു കൊടുത്തു. ശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഒപ്പുള്ള ആളുകൾ ഒരുമിച്ച് കൂട്ടി കഅബാലയത്തിന്റെ കില്ല് പിടിച്ചിട്ട് അള്ളാഹിനോട് തുയർന്നു, അള്ളാഹുവേ, അബ്റഹത്ത് എന്ന് പറയുന്നത് വലിയ രാജാവാണ്, ഒരു വലിയ ആനപ്പടയുമായിട്ടാണ് ഈ കഅബാലയം തകർക്കാൻ വേണ്ടി വന്നത്, അവരോട് മല്ലിടാനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കില്ല, അതുകൊണ്ട് നിന്റേതാണ് കഅബ, നീ വേണമെങ്കിൽ നീ സംരക്ഷിച്ചു എന്നുള്ള വമ്പം ദുആ. അപ്പോഴാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അപ്പൊ അല്ലാഹു തആല അബാബീൽ പക്ഷികളെ ഭൂമിയിലേക്ക് എന്ത് ചെയ്തു? ഇറക്കി. അതൊരു ഹിമ്മത്താണ്. അല്ലാഹു തആല എന്റെ കൂടെ ഉണ്ട്, അയിനമാ കുന്തും ബഹുവ മഅക്കും, ഞാൻ എവിടെ ഉണ്ടെങ്കിലും അള്ളാഹു എന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസം. അത് നമ്മളെ മുസ്ലിം സമൂഹത്തിന് ഇല്ലാത്തതാണ്. നമ്മൾ പല നിലക്കും പരാജയപ്പെടുന്നത്. അത് ചിലപ്പോ രോഗാവസ്ഥയിലേക്കാരം, അല്ലെങ്കിൽ മറ്റു സമുദായങ്ങൾക്കിടയിൽ മോശക്കാരായിട്ടേക്കാരം, അല്ലെങ്കിൽ നമ്മളെ നേതാക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടായിട്ടേക്കാരം. പല നിലക്കും അള്ളാഹു തആല നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യും? പരീക്ഷിക്കും. വലിയ പരീക്ഷണങ്ങൾ അള്ളാഹു തആല നൽകും. ഒന്നാമത് നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ നഷ്ടപ്പെട്ടു പോയി. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞില്ലേ, അൻതുമുൽ അഅ്ലൂൻ, നിങ്ങൾ ഏറ്റവും ഉന്നതർ തന്നെയാണ്. ആരാണെങ്കിൽ ഇൻ കുന്തും മുഅ്മിനീൻ. അള്ളാഹു തആല ഡിമാൻഡ് വെച്ചു, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ ഒരു യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ഉന്നതർ.
അപ്പൊ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല. അപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ലാ തത്ലുബു മിൻഹു, നീ അള്ളാഹുവിൽ നിന്ന് ആവശ്യപ്പെടരുത്, അൻ യുഖ്രിജക മിൻ ഹാലത്തിൻ, ഈ ഒരവസ്ഥയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമെന്ന് അള്ളാഹുവിനോട് നീ എന്ത് ചെയ്യാൻ പാടില്ല, ആവശ്യപ്പെടാൻ പാടില്ല. എന്താ കാരണം? ലി യസ്തഅമിലക ഫീമാ സിവാഹ, മറ്റൊരവസ്ഥയിൽ എന്നെ ജോലിയാക്കണം, മറ്റൊരവസ്ഥയിൽ എന്നെ ജോലിയാക്കണം എന്ന് അള്ളാഹുവിനോട് നീ എന്ത് ചെയ്യാൻ പാടില്ല, ആവശ്യപ്പെടാൻ പാടില്ല. കാരണം ഫലൗ അറാദക്ക, അള്ളാഹു താല നിന്നെ ഇഷ്ടപ്പെട്ടാൽ, അറാദക്ക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അള്ളാഹു താല നിന്നെ ഇഷ്ടപ്പെട്ടാൽ, ലഅസ്തഅമലക മിൻ ഗൈരി ഇഖ്റാജ്, ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ അള്ളാഹു താല അവൻ ഇഷ്ടപ്പെട്ട ജോലി നിനക്ക് തരും. അതിന് വേറൊരവസ്ഥയ്ക്ക് മാറണമെന്നൊന്നുമില്ല. അപ്പൊ ഒരിക്കലും അള്ളാഹുവിനോട് മറ്റൊരു അവസ്ഥ ആവശ്യപ്പെടാൻ പാടില്ല. ഈ ഔലിയാക്കളെ ദർജ എന്ന് പറഞ്ഞാലേ പല ദർജകളുണ്ട്. നുജബാ, നുഖബാ, അബ്ദാൽ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരേ തജല്ലിയാത്തുകളല്ല ഉണ്ടാകുക. എല്ലാവർക്കും ഒരേ തജല്ലിയാത്തുകൾ ആകൂല ഉണ്ടാകുക. ഇപ്പൊ ഞാനും തങ്ങളും ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ഷെയ്ഖിനെ ബയ്യത്ത് ചെയ്തു. അപ്പൊ തങ്ങൾ എന്നോട് പറ, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു, ഞാൻ ഖിളിർ നബിനെ കണ്ടു, അല്ലെങ്കിൽ ഞാൻ മറ്റു പല മശായിഖന്മാരും കണ്ടു. ഞാനതൊന്നും കാണുന്നുണ്ടാവൂല. ഞാനതൊന്നും, നീ കാണുന്നില്ല എന്ന് വിചാരിച്ച് നീ മോശക്കാരനൊന്നുമല്ല. നീ കാണേണ്ട ഒരവസ്ഥ അല്ലാഹു തആല നിനക്ക് എല്ലാവർക്കും ഒരേ സമയത്തല്ല ഫത്ഹ് നൽകുക. ഓരോ ആളുകൾക്കും ഫത്ഹ് നൽകേണ്ട ഒരു സമയമുണ്ട്. ചിലപ്പോ ഈ സ്വപ്നം കണ്ട ആളെക്കാളും വലിയ മഹാനേക്കാരാര്? ഈ സ്വപ്നം കാണാത്ത ആള്. മശായിഖന്മാര് ഒരു ഉദാഹരണം പറയുന്നുണ്ട്, സഹോദര, പള്ളി മെഹ്റാബിന്റെ മുമ്പിലിരിക്കുന്ന ആളേക്കാൾ നല്ലത് അങ്ങാടിയിൽ ജനങ്ങളെ വിളിച്ചു പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന ആളേക്കാരൻ. കാരണം കച്ചവടം ചെയ്യുന്ന ആളെ മനസ്സിൽ എന്റെ റബ്ബിന്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ആ കച്ചവടം ചെയ്യുന്നുണ്ടാക്കുക. മിഹ്റാബിന്റെ മുമ്പിൽ നിൽക്കുന്ന ആള് ചിന്ത അള്ളാന്റെ അടുത്താവൂല, വേറെ പല സ്ഥലത്തേക്ക്. ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് ഒരു വിഷയം പറഞ്ഞത്, ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എത്ര എത്ര തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാരാണ് അല്ലെ, അവരെക്കാളും നല്ല ചിലപ്പോ ഉറങ്ങുന്ന ആൾക്കാരേക്കാൾ. ഉറങ്ങുന്ന മനസ്സാണ് പ്രധാനം. നമ്മൾ ചെയ്യുന്ന ജോലിയേക്കാൾ മനസ്സിന്റെ ഭദ്രത, അത് അള്ളാഹുവിനക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്ന, ചിലപ്പോ മറ്റവനേക്കായും സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഇയാള് കാണുന്നുണ്ടാവും. അയാൾക്ക് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കുറവേക്കാരം, പക്ഷെ ഹൃദയം ആരടുത്തേക്കാരം? അള്ളാഹുവിന്റെ അടുത്തേക്കാരം. മനസ്സിലാവണം. അപ്പൊ ഇപ്പൊ നമുക്ക് അള്ളാഹു താല തന്ന ഒരു അവസ്ഥ അല്ലേ, ഇപ്പൊ നമുക്ക് തന്നൊരവസ്ഥ, അതിൽ നമ്മൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക? തൃപ്തി. ഇനി ഒന്നും വേണ്ട, അള്ളാഹു താല നമ്മളെ മുസ്ലിം ആക്കിയില്ലേ, അതിന് എത്ര ശുക്ർ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പിതാവ് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെയും പിതാവ് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെയും പിതാവ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ പാരമ്പര്യങ്ങളാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി. വാപ്പ, വല്ലിപ്പ, പാപ്പ, മൂന്നാളും പ്രവാചകന്മാർ. പ്രവാചകന്മാർ മാത്രമല്ല, മുർസലീങ്ങളുമാണ്. ഈ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് ഏത്? മുൻ തലമുറ. പക്ഷെ അള്ളാഹിനോട് പറഞ്ഞു, റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ. അവസാനം പറഞ്ഞു, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മൂപ്പനും ദ്വായം തീർന്നു, അല്ലാഹുവേ നീ മുസ്ലിമാക്കി എന്നെ മരിപ്പിക്കണം, നീ സ്വാലിഹീങ്ങളോട് കൂടെ എന്ത് ചെയ്യണം? ചേർക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, വലിയ സ്ഥാനം നൽകിയ ബഹുമാനിച്ച ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇന്നും ഹജ്ജിന് പോകുന്ന ആളുകള് ഇബ്രാഹിം നബിന്റെ സ്മരണയാണ് അവിടെ പുതുക്കുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും രണ്ടാളും കഅബാലയം പുതുക്കി പണിതിട്ട് എല്ലാം ഫിനിഷ് ആയ ശേഷം അള്ളാഹിനോട് ദ്വാർത്താൻ എന്താ? റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്, അള്ളാഹുവേ ഞങ്ങളെ നീ എന്ത് ചെയ്യണം? മുസ്ലിമാക്കണം. ഞങ്ങളെ ദുര്യത്തുണ്ട്, ഞങ്ങളുടെ സന്താന പരമ്പര, അവരെയും നീ എന്ത് ചെയ്യണം? മുസ്ലിമാക്കണം. അപ്പൊ ലോകത്ത് ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി ഓനെ മുസ്ലിമാക്കുക എന്നുള്ളതാണ്. അതിന് തന്നെ എത്ര ശുക്ർ ചെയ്താലും മതിയാവൂല, അതിനെന്നെ എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലും തീരൂല. അപ്പൊ ഇപ്പൊ അള്ളാഹു താല ചിലപ്പോ നമുക്ക് രോഗികളായിരിക്കാം, എന്നാലും അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് വേണം. നല്ല ആരോഗ്യമുള്ള ഒരവസ്ഥയാണ്, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ എന്ന് പറയും. ഏതൊരവസ്ഥയിലും അവന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. മനസ്സിലാവണ്ടോ? ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കാരണം അള്ളാഹു ഉദ്ദേശിച്ചതേ എന്ത് ചെയ്യുള്ളൂ? ലോകത്ത് നടക്കുള്ളൂ. നമ്മൾ എന്ത് കാട്ടിയിട്ടും കാര്യമല്ല, അള്ളാഹ് എന്താണോ തീരുമാനിച്ചത് അതേ നടക്കുള്ളൂ. അപ്പൊ നമ്മളെ ലക്ഷ്യം എന്താണ്?
അള്ളാഹുവാണ്. അപ്പൊ നമുക്ക് അള്ളാഹു താല തന്ന ഈ മക്കാമുണ്ടല്ലോ, ഈ മക്കാമിനെ നമ്മൾ എന്ത് ചെയ്യുക, തൃപ്തിപ്പെടാം. ഇപ്പൊ ഈ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മഹാൻ പറഞ്ഞു, ഹഖീഖത്തുൽ വിലായത്ത്, ഒരു വിലായത്തിന്റെ ഏറ്റവും ഹഖീഖത്ത് എന്ന് പറഞ്ഞ ഉന്നതമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇദാ കാന സ്വാഹിബുഹ ജാലിസുൻ ഫിൽ ദില്ലി, ഒരാളൊരു നിഴലിൽ ഇരിക്കണം. ആ വ്യക്തി എന്ത് ചെയ്യരുത്, എനിക്ക് സൂര്യപ്രകാശം തട്ടണം എന്ന് ആഗ്രഹിക്കരുത്. ഒരാൾ വെയിലത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്, ജോലി എടുക്കുന്ന മനുഷ്യനാണ്, എനിക്ക് തണല് കിട്ടണം എന്ന് മൂപ്പരം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത്രത്തോളം അള്ളാഹു താലാന്റെ തൃപ്തിക്ക്, അള്ളാന്റെ തൃപ്തി എന്താണോ അതാണ് എന്റെ തൃപ്തി. ഇബ്നു അജീബ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ആരെ പോലെയാണ്? കൽ മയ്യിത്തി, നിങ്ങളൊരു മയ്യത്തിനെ പോലെ ആകണം. ബൈന യദയിൽ ഗാസിലി, അതായത് മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുണ്ടല്ലോ, മയ്യത്ത് കുളിപ്പിക്കുന്ന ആളെ കയ്യിൽ ഒരു മയ്യത്ത് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കണം നീ. കാരണം എന്താ, ഇയാൾക്ക് സ്വന്തമായിട്ട് ഒന്നിനും കഴിയില്ല. ഇയാൾ എങ്ങോട്ടാക്കിയാലും അതാകാൻ ഇയാൾക്ക് അതേമാതിരി ആകണം നീ. അതേപോലെ തന്നെ കൽ കലമി ബൈനൽ അസാബിഅ, വിരലുകൾക്കിടയിലുള്ള പേന പോലെ ആകണം. വിരലുകൾ എന്താണോ കരുതണത് അതേ പേന കൊണ്ട് എഴുതുള്ളൂ. പേന പറയാണ് എനിക്ക് ഇന്നത് എഴുതാൻ നടക്കുവോ? ഇല്ല. എന്താണോ വിരല് ആഗ്രഹിക്കുന്നത്, വിരലെന്താണോ എഴുതുന്നത് അതേ അവിടെ നടക്കുള്ളൂ. അതേപോലെ മറ്റൊരു ഉദാഹരണം മഹാന്മാർ പറയുന്നുണ്ട്, ഈ ഒലിക്കുന്ന വെള്ളത്തിലുള്ള പൊങ്ങുതടില്ലേ അതേമാതിരി ആകണം. എങ്ങട്ടാണോ ഒലിക്കണത് ആ ഒലിവിൽ പോവുക. ചിലപ്പോ പടിഞ്ഞാട്ടേക്ക് ഒലിക്കും, അപ്പൊ അങ്ങോട്ട് പോവുക. ചിലപ്പോ കിഴക്കുന്ന് ഇങ്ങോട്ട് ഒലിക്കും, അപ്പൊ അങ്ങോട്ട് പോവുക. ചിലപ്പോ ഒരു ചുഴിപ്പെട്ട് ഇങ്ങനെ കറങ്ങും, അപ്പൊ കറങ്ങാം. അള്ളാഹു താല ഏതൊരു മക്കാമിലാണോ നിന്നെ നിർത്തിയത് അതിൽ പൂർണ്ണമായി തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കുക. അതാണ് ഒരു അടിമ അള്ളാഹിനെ തൃപ്തിപ്പെട്ടു എന്നതിന്റെ അടയാളം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയിൽ നമുക്ക് എത്താനുള്ള തൗഫീക്ക് തരട്ടെ. ഈ ഔലിയാക്കൾക്ക് ഒരുപാട് ദർജകളുണ്ട്. ഹാല്, മഖാമ്, ജമ്മ്, ഫർക്ക്, ജമ്മുൽ ജമ്മ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അവസ്ഥകളുണ്ട്. ചിലപ്പോ അള്ളാഹു താല നിനക്ക് ചെറിയൊരു അവസ്ഥയിൽ പ്രകാശം ഹൃദയത്തിൽ ഇട്ടു തരും. ഇതിനക്ക് പോരാ, ഇതിന് വലിയ മഖാമ് വേണമെന്ന് നീ ആഗ്രഹിക്കരുത്. അത് അള്ളാഹു താല നിനക്ക് അർഹത ഉണ്ടെങ്കിൽ നിനക്ക് തരും. അള്ളാഹു നിനക്ക് കണക്കാക്കിയത് ഒരാൾക്കും കൊടുക്കൂല. എനിക്ക് കണക്കാക്കിയത് ഒരിക്കലും തങ്ങൾക്ക് കൊടുക്കൂല. തങ്ങൾക്ക് കണക്കാക്കിയത് എനിക്കും തരൂല. എനിക്ക് എന്താ കണക്കാക്കിയത് നമ്മളെപ്പോഴും എല്ലാ നിസ്കാര ശേഷം പറയണം എന്താ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അള്ളാഹു താല നമുക്കൊരു സാധനം തരാൻ കരുതിയിരിക്കണമെങ്കിൽ ലോകത്ത് ആര് തടഞ്ഞാലും അത് തന്നിട്ട് തന്നെ എടുക്കും. അള്ളാഹു താല നമുക്കൊരു കാര്യം തരുന്നില്ല എന്ന് തീരുമാനിച്ചു, ഒരാളെ കൊണ്ടൊന്നും നൽകാനും കഴിയില്ല. ആ ഒരു വിശ്വാസം ഒരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടായാൽ മതി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.